നമസ്കാരം, ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ BS രാജേഷ്. പ്രധാന വാർത്തകളിലേക്ക്. ഗാസയിൽ ഇസ്രായേലിന്റെ മറ്റൊരു കൊടും ക്രൂരത. ഇസ്രായേലിന്റെ വ്യോമാക്രമണത്തിൽ ഖാൻ യൂനിസിൽ ഡോക്ടറായ അമ്മയ്ക്ക് നഷ്ടമായത് 10 കുഞ്ഞുമക്കളിൽ 9 പേര്. ബജറ്റ് എയർലൈനായി മാഞ്ചസ്റ്റർ മുംബൈ ഡയറക്ട് ഫ്ലൈറ്റ് ജൂലൈ 1 മുതൽ സർവീസ് ആരംഭിക്കാൻ തയ്യാറെടുത്ത ഇൻഡിഗോ എയർലൈൻസ് ആഴ്ചയിൽ 3 ദിവസം സർവീസ് നടത്താൻ ഇൻഡിഗോ ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ചു. പ്രധാനമന്ത്രി സർ കെയർ സ്റ്റാമറുടെ കസേര ഇളക്കും വിധം ലേബർ പാർട്ടിക്കുള്ളിൽ ആഭ്യന്തര കലാപം മുറുകുന്നതായി റിപ്പോർട്ട്. ഉപപ്രധാനമന്ത്രി ആഞ്ചലിന റെയ്നാർ ചാൻസലർ റേച്ചൽ റീവ്സിന്റെ സാമ്പത്തിക നയങ്ങളെ അതിനിശ്ചിതമായി വിമർശിച്ചത് കലഹത്തിന്റെ തുടക്കമെന്നും സൂചന. UK-യിലുടനീളം വരുന്ന ആഴ്ച ശക്തമായ മഴയുണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകി മെറ്റ് ഓഫീസ്. റോഡ് റെയിൽ യാത്രാ ദുരിതമടക്കം വർദ്ധിക്കുമെന്നും ജാഗ്രത വേണമെന്നും മുന്നറിയിപ്പ്. ബ്രസൽസും വാഷിംഗ്ടണും തമ്മിലുള്ള ഏതൊരു സാധ്യമായ വ്യാപാര കരാറും ഭീഷണിയല്ല, മറിച്ച് ബഹുമാനത്തെ അടിസ്ഥാനമാക്കിയുള്ളതായിരിക്കണമെന്ന് യൂറോപ്യൻ യൂണിയൻ വ്യാപാര മേധാവി മരോഷ് സെഫ്കോവിച്ച്. ലേബർ സർക്കാരിന്റെ കീഴിൽ പുനർദേശീയവൽക്കരിക്കപ്പെട്ട ആദ്യത്തെ ട്രെയിൻ സർവീസ് ഞായറാഴ്ച UK-യിൽ പ്രവർത്തനം ആരംഭിച്ചു. ഗ്രേറ്റ് ബ്രിട്ടീഷ് റെയിൽവേസ് എന്ന പേരിൽ ലണ്ടൻ വാട്ടർലൂ മുതൽ ഷെപ്പട്ടൺ വരെയാണ് സർവീസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവാസി സംഘടനകളായ OICCയും IOCയും UK-യിൽ ഔദ്യോഗികമായി ലയിച്ചു. ഇനി പ്രവർത്തനം ഒരുമിച്ച്. വാർത്തകൾ വിശദമായി. ഗാസയിൽ ഇസ്രായേൽ നടത്തിയ മറ്റൊരു കൊടും ക്രൂരത വില 9 കുഞ്ഞു സഹോദരങ്ങളുടെ ജീവനെന്ന് റിപ്പോർട്ട്. ഇസ്രായേലിന്റെ കനത്ത വ്യോമാക്രമണത്തിൽ ഖാൻ യൂനിസിൽ ഒരു ഡോക്ടറുടെ വീട് തകർന്നു. 10 കുട്ടികളിൽ 9 പേരും മരിച്ചു. അൽ തഹ്രീർ ആശുപത്രിയിലെ പീഡിയാട്രിക് സ്പെഷ്യലിസ്റ്റായ ഡോക്ടർ അല അൽ നജ്ജാറിന്റെ 9 കുട്ടികളാണ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. നജാറിന്റെ കുട്ടികളിൽ ഒരാളും ഭർത്താവും പരിക്കേറ്റെങ്കിലും രക്ഷപ്പെട്ടതായി നാസർ ആശുപത്രി റിപ്പോർട്ട് ചെയ്തു. ഹമാസ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ BBC സ്ഥിരീകരിച്ച ദൃശ്യങ്ങളിൽ ഖാൻ യൂനിസിലെ പെട്രോൾ പമ്പിന് സമീപമുള്ള കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങളിൽ നിന്നും കുട്ടികളുടെ മൃതദേഹങ്ങൾ പുറത്തെടുക്കുന്നത് ദൃശ്യമാണ്. കുട്ടികളുടെ അച്ഛൻ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങിയെത്തിയ സമയത്തായിരുന്നു ഇസ്രായേലി മിസൈൽ പതിച്ചതും ദുരന്തമുണ്ടായതും. അമ്മ ഡോക്ടർ അല അൽ നജ്ജാറാകട്ടെ ആശുപത്രിയിൽ വ്യോമാക്രമണത്തിൽ പരിക്കേറ്റ മറ്റു കുട്ടികളെ ചികിത്സിക്കുന്ന തിരക്കിലായിരുന്നു. ബജറ്റ് എയർലൈനായ മാഞ്ചസ്റ്റർ മുംബൈ ഡയറക്ട് ഫ്ലൈറ്റ് ജൂലൈ 1 മുതൽ സർവീസ് ആരംഭിക്കാൻ തയ്യാറെടുത്ത് ഇൻഡിഗോ. ആഴ്ചയിൽ 3 ദിവസം സർവീസ് നടത്താൻ ഇൻഡിഗോ ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ചതാണ് വിവരം. കുറഞ്ഞ ടിക്കറ്റ് നിരക്കിൽ ലഗേജ്, ഭക്ഷണം എന്നിവ ഉൾപ്പെടുമോ എന്ന് അധികൃതർ വ്യക്തമാക്കാത്തതോടെ പ്രവാസി യാത്രക്കാരുടെ ആശങ്ക തുടരുകയാണ്. ബ്രിട്ടന്റെ വടക്കൻ മേഖലയിലുള്ളവർക്ക് ഇന്ത്യയിലേക്ക് എത്താൻ നിലവിലൊരു വിമാനമില്ലെന്ന പോരായ്മ പരിഹരിക്കാനാണ് ഇൻഡിഗോ മാഞ്ചസ്റ്റർ സർവീസ് തുടങ്ങുന്നത്. നേരത്തെ ലണ്ടനിൽ നിന്നും ആരംഭിക്കുമെന്ന് പറഞ്ഞ സർവീസാണ് ഇപ്പോൾ മാഞ്ചസ്റ്ററിൽ നിന്നും തുടങ്ങുക. ഇൻഡിഗോ വിമാനം വരുമ്പോൾ മാഞ്ചസ്റ്ററിന്റെ ബിസിനസ് സാമ്പത്തിക രംഗത്ത് കാതലായ മാറ്റങ്ങളുണ്ടാകും. കാർഗോ സർവീസിലും ആഴ്ചയിൽ 3 ദിവസം സർവീസ് നടത്തുന്ന വിമാനം ഗണ്യമായ സംഭാവന നൽകുമെന്നാണ് പ്രതീക്ഷ. നിലവിലെ എയർ ഇന്ത്യ സർവീസിനേക്കാൾ കുറഞ്ഞ നിരക്കിൽ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളും മറ്റും ആദ്യ പരിഗണന ഇൻഡിഗോയ്ക്ക് നൽകുമെന്നാണ് പ്രതീക്ഷ. എയർ ഇന്ത്യയുടെ ഏറ്റവും കുറഞ്ഞ നിരക്കായ ലണ്ടൻ മുംബൈ വിമാനത്തിൽ 457 പൗണ്ട് നിരക്കിൽ ടിക്കറ്റ് ലഭിക്കുമ്പോൾ 10 പൗണ്ട് കുറച്ച് 447 പൗണ്ടിൽ ടിക്കറ്റ് നൽകാനാണ് ഇൻഡിഗോയുടെ ശ്രമമെന്നാണ് റിപ്പോർട്ട്. UK-യിൽ പ്രധാനമന്ത്രി സർ കെയർ സ്റ്റാമറുടെ കസേര ഇളക്കും വിധം ലേബർ പാർട്ടിക്കുള്ളിൽ ആഭ്യന്തര കലഹം മുറുകുന്നതായി റിപ്പോർട്ടുകൾ. പാർട്ടിയുടെ മന്ത്രിമാർ ചേരിതിരിഞ്ഞു തുടങ്ങിയതോടെ നമ്പർ 10-ൽ അസ്വസ്ഥതകളും നിറയുന്നു. സാമ്പത്തിക നില രാജ്യത്ത് തകരുന്നത് പിടിച്ചു നിർത്താൻ സാമൂഹിക പെൻഷനടക്കം ആനുകൂല്യങ്ങളിൽ വെട്ടിക്കുറവ് വരുത്താൻ തീരുമാനമെടുത്തതോടെയാണ് സർക്കാരിന്റെ നില ആടിത്തുടങ്ങിയത്. കഴിഞ്ഞ ആഴ്ച ഉപപ്രധാനമന്ത്രി ആഞ്ചലിന റെയ്നാർ ചാൻസലർ റേച്ചൽ റീവ്സിന്റെ സാമ്പത്തിക നയങ്ങളെ അതിനിശ്ചിതമായാണ് വിമർശിച്ചത്. ഏറെ വൈകാതെ സാധാരണ കുടുംബങ്ങളെ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നീക്കിക്കൊണ്ട് ഫ്യൂവൽ പേയ്മെന്റ്സ് എടുത്തുകളഞ്ഞ നടപടിയിലായിരുന്നു ആഞ്ചലിന റെയ്നാറുടെ വിമർശനം. സംഭവം പാർട്ടിക്കുള്ളിൽ ചേരിതിരിവിന് കാരണമായതോടെ അടുത്ത ബജറ്റിൽ പുതിയ പദ്ധതി കൊണ്ടുവരുമെന്നാണ് പ്രധാനമന്ത്രിയുടെ നിലപാട്. കെയർ സ്റ്റാമറുടെ രാജിക്കായി ഇതിനിടെ ലേബറിലെ ഒരു വിഭാഗം മന്ത്രിയുടെ നേതൃത്വത്തിൽ നീക്കം ശക്തമാകുകയാണ്. വരുന്ന ബജറ്റിൽ നികുതി വീണ്ടും വർദ്ധിപ്പിച്ചേക്കാമെന്ന സൂചനയിലാണ് റിഫോം UKയുടെയും കൺസർവേറ്റീവുകളുടെയും സർക്കാർ വിരുദ്ധ നീക്കങ്ങൾ നീങ്ങുന്നത്. പൊതുചിലവ് വെട്ടിക്കുറയ്ക്കുന്നതിനെ അനുകൂലിക്കാത്തവരിൽ ലേബർ പാർട്ടിയിലെ ഒരു വിഭാഗം MPമാർക്ക് ഉപപ്രധാനമന്ത്രി ആഞ്ചലിന റെയ്നാർ നേതൃത്വം നൽകി മുന്നിൽ ഉണ്ടെന്നാണ് സൂചന. UK-യിലുടനീളം വരുന്ന ആഴ്ച ശക്തമായ മഴ തുടരുമെന്ന് മുന്നറിയിപ്പ്. ഇതോടെ ജനത്തിന്റെ റോഡ് റെയിൽ യാത്രാ ദുരിതമടക്കം വർദ്ധിക്കുമെന്നും ജാഗ്രത വേണമെന്നും മെറ്റ് ഓഫീസ് മുന്നറിയിപ്പ് നൽകുന്നു. UK-യുടെ മിക്ക ഭാഗങ്ങളിലും മഴ ലഭിക്കുന്ന കാലാവസ്ഥയാണിപ്പോൾ. ഇതേ കാലാവസ്ഥ വരും ആഴ്ചയും തുടരും. സ്കോട്ട്ലൻഡിലും നോർത്തേൺ അയർലൻഡിലും ഇടിയോടുകൂടിയ മഴ ലഭിക്കുമെന്നും മെറ്റ് ഓഫീസ് അറിയിച്ചിട്ടുണ്ട്. അതേസമയം ഇന്നും നാളെയും തെക്കൻ ഇംഗ്ലണ്ടിൽ പൊതുവെ വരണ്ട കാലാവസ്ഥയാകും അനുഭവപ്പെടുക. തെക്കൻ ഇംഗ്ലണ്ടിൽ താപനില 22 ഡിഗ്രി വരെ എത്തിയേക്കാം.
ബ്രിട്ടീഷ് പ്രധാനമന്ത്രി സർ കെയർ സ്റ്റാമറുടെ 2 വീടുകൾക്കും ഒരു കാറിനും തീയിട്ട സംഭവത്തിൽ റഷ്യയ്ക്ക് പങ്കുണ്ടോ എന്നതിൽ ബ്രിട്ടീഷ് രഹസ്യാന്വേഷണ ഏജൻസികൾ അന്വേഷണം ഊർജിതമാക്കി. ഇത് സംബന്ധിച്ച് 2 ഉക്രൈൻ പൗരന്മാർക്കും ഒരു റൊമേനിയക്കാരൻ്റെ മേൽ കേസ് ചാർജ് ചെയ്തു. ഇവർ മറ്റു ചിലരുമായി ഗൂഢാലോചന നടത്തിയെന്നാണ് പോലീസിനെ കണ്ടെത്തൽ. ഈ 3 പേർക്കും വ്ളാദിമിർ പുടിൻ്റെ ഭരണകൂടവുമായി ബന്ധമുണ്ടോ എന്ന കാര്യമാണ് MI5 അന്വേഷിക്കുക. തീപിടുത്തത്തിൽ ആർക്കും പരിക്ക് പറ്റിയില്ലെങ്കിലും ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ ഉടമസ്ഥതയിലുള്ള വീടുകൾക്കും കാറിനും തീ കൊളുത്താൻ ശ്രമം നടന്നതാണ് ഇപ്പോൾ രഹസ്യാന്വേഷണ വിഭാഗം അന്വേഷിക്കുന്നത്. റൊമേനിയൻ സ്വദേശികളായ പെട്രോ പോക്കിനോക്ക്, സ്റ്റാനിസ്ലാവ് കാർപ്യൂക്ക്, യുക്രൈൻ സ്വദേശി റോമൻ ലാട്രിവിനോച്ച് എന്നിവരാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുള്ളത്. ബ്രസൽസും വാഷിംഗ്ടണും തമ്മിലുള്ള ഏതൊരു സാധ്യമായ വ്യാപാര കരാറും ഭീഷണികളെല്ലാം മറിച്ച് ബഹുമാനത്തെ അടിസ്ഥാനമാക്കിയുള്ളതായിരിക്കണമെന്ന് യൂറോപ്യൻ യൂണിയൻ വ്യാപാര മേധാവി പ്രതികരിച്ചത് ഒരൽപ്പം ശക്തമായാണ്. യൂറോപ്യൻ യൂണിയനിൽ നിന്നുള്ള എല്ലാ ഉൽപ്പന്നങ്ങൾക്കും 50% തീരുവ ഏർപ്പെടുത്തുമെന്ന് ഡൊണാൾഡ് ട്രംപ് ഭീഷണിപ്പെടുത്തിയതിന് പിന്നാലെയാണ് US വ്യാപാര പ്രതിനിധി ജാമിസൺ ഗീറും വാണിജ്യ സെക്രട്ടറി ഹോവാർഡ് ലുക്കിനിക്കുമായുള്ള ഫോൺ സംഭാഷണ ശേഷം യൂറോപ്യൻ യൂണിയൻ വ്യാപാര കമ്മീഷണർ പ്രതികരിച്ചത്. ജൂൺ 1 മുതൽ US പ്രഖ്യാപിച്ച പുതിയ നിരക്കുകൾ പ്രാബല്യത്തിൽ വരും. 2 പേർക്കും യോജിച്ചൊരു കരാറുണ്ടാക്കാൻ യൂറോപ്യൻ യൂണിയൻ പ്രതിജ്ഞാബദ്ധമാണെന്നാണ് മരോഷ് സെഫ്കോവിച്ച് എക്സിൽ പോസ്റ്റ് ചെയ്തത്. അനധികൃത കുടിയേറ്റങ്ങളും ചാനൽ ജലമാർഗമുള്ള കള്ളക്കടത്തും ഒക്കെ തടയാൻ UK ബോർഡർ ഫോഴ്സ് നിലവിൽ വന്നതായി റിപ്പോർട്ട്. നിലവിൽ സൈനിക കമാൻഡിന് കീഴിലാണ് പോലീസ് സേവനങ്ങളടങ്ങിയ UK ബോർഡർ ഫോഴ്സ്. യൂറോപ്പിലുടനീളം നിലവിലുള്ള അർദ്ധസൈനിക രാഷ്ട്രീയ പോലീസിംഗ് മാതൃകയിലുള്ള ബോർഡർ ഫോഴ്സ് അതിർത്തികളിലും ആഭ്യന്തര കലാപങ്ങളിലും പൊതുജന പ്രക്ഷോഭത്തിനെതിരെയും ഉപയോഗിക്കുകയാണ്. ബ്രിട്ടീഷ് ചാനൽ ഹൈപ്പർ മിലിറ്ററൈസ്ഡ് ആയി മാറുന്നു എന്നതിൻ്റെ സൂചന കൂടിയാണ് ഇത്. ബ്രോഡ്സ്റ്റോണിൽ 18 കാറുകൾക്ക് തീയിടുകയും 1,70,000 പൗണ്ടിൻ്റെ നാശനഷ്ടം വരുത്തുകയും ചെയ്തയാൾ പിടിയിലായി. ഇയാളുടെ ചിത്രം കഴിഞ്ഞ ദിവസം പോലീസ് പുറത്തുവിട്ടു. 2023 മെയ് 15 വെളുപ്പിനായിരുന്നു ഡേവിഡ് ഗിഡിൻസ് എന്നയാൾ കാറുകൾക്ക് തീയിട്ടത്. അടുത്തിടെയാണ് പ്രതി അറസ്റ്റിലായത്. കഴിഞ്ഞ ദിവസം വിംബിൾട്ടൺ സെൻറ്ററിലുള്ള പോൾ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ ഡേവിഡ് ഗിഡിൻസിനെ കോടതി ജാമ്യത്തിൽ വിട്ടു. കേസ് അടുത്ത മാസം പരിഗണിക്കും. ലേബർ സർക്കാരിൻ്റെ കീഴിൽ പുനർദേശീയവൽക്കരിക്കപ്പെട്ട ആദ്യത്തെ ട്രെയിൻ സർവീസ് ഞായറാഴ്ച ലണ്ടനിൽ പ്രവർത്തനം ആരംഭിച്ചു. ഗ്രേറ്റ് ബ്രിട്ടൻ റെയിൽവേസ് എന്ന പേരിൽ ലണ്ടൻ വാട്ടർലൂ മുതൽ ഷെപ്പട്ടൺ വരെയുള്ള 6.14 റീബ്രാൻഡഡ് ചെയ്ത ട്രെയിൻ ഓടിത്തുടങ്ങി. പൊതു ഉടമസ്ഥതയിലുള്ള സൗത്ത് വെസ്റ്റേൺ റെയിൽവേയുടെ ഭാഗമായി യൂണിയൻ ജാക്കും ഗ്രേറ്റ് ബ്രിട്ടീഷ് റെയിൽവേസ് ലോഗോയും പേറിയാണ് ട്രെയിനിൻ്റെ യാത്ര. റെയിൽവേക്കൊരു സാംസ്കാരിക പുനഃസജ്ജീകരണം ഉടനുണ്ടാകുമെന്ന് ഗതാഗത സെക്രട്ടറി ഹേഡി അലക്സാണ്ടർ പറഞ്ഞു. നെറ്റ്വർക്ക് റെയിലിനും പ്രത്യേക ട്രെയിൻ സ്ഥാപനങ്ങൾക്കും പകരമായി ട്രെയിൻ പ്രവർത്തനങ്ങൾ ഗ്രേറ്റ് ബ്രിട്ടീഷ് റെയിൽവേസായി സംയോജിപ്പിക്കുന്നതിനും ഈ വർഷം കൂടുതൽ നിയമനിർമ്മാണം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രവാസി സംഘടനകളായ OICCയും IOCയും UKയിൽ ഔദ്യോഗികമായി ലയിച്ചു. കഴിഞ്ഞ ദിവസം നടന്ന ഓൺലൈൻ സൂം മീറ്റിംഗിലാണ് IOC ഗ്ലോബൽ ചെയർമാൻ സാം പിത്രോദ ഈ ലയനം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. IOCയുടെ ഗ്ലോബൽ ചുമതലയുള്ള AICC സെക്രട്ടറിയും കർണാടക NRI ഫോറം വൈസ് ചെയർപേഴ്സണുമായ ഡോക്ടർ ആരതി കൃഷ്ണ, മറ്റ് പ്രമുഖ നേതാക്കൾ എന്നിവരും ലയന പ്രഖ്യാപന ചടങ്ങിൽ പങ്കെടുത്തു. IOC UK പ്രസിഡന്റായി ഷൈനു ക്ലെയർ മാത്യൂസിനെയും ജനറൽ സെക്രട്ടറിയായി സുജു കെ ഡാനിയലിനെ തിരഞ്ഞെടുത്തു. ഈ 2 നേതാക്കൾക്ക് സംയുക്തമായി UKയിലെ IOC കേരള ഘടകങ്ങളുടെ നേതൃത്വ ചുമതലയുണ്ട്. മറ്റ് ഭാരവാഹികളെ പിന്നീട് പ്രഖ്യാപിക്കും. പ്രവാസ ലോകത്തെ കോൺഗ്രസ് പ്രവർത്തനങ്ങൾക്ക് ഏകോപിത മുഖം നൽകുക എന്ന കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ ലക്ഷ്യത്തോടെയാണ് ഇരു സംഘടനകളും ലയിപ്പിക്കാൻ തീരുമാനമെടുത്തത്. സിറിയയ്ക്കെതിരായ ഉപരോധങ്ങളിൽ ആദ്യമായി US ഇളവ് നൽകി. ആദ്യഘട്ടമായി 2019 ഏർപ്പെടുത്തിയ കടുത്ത ഉപരോധങ്ങളാണ് US 6 മാസത്തേക്ക് പിൻവലിച്ചത്. സിറിയൻ സെൻട്രൽ ബാങ്കിന് ഏർപ്പെടുത്തിയ വിലക്കും നീങ്ങി. വ്യാപാരം നടത്താൻ US സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കും ഉണ്ടായിരുന്ന വിലക്കും നീങ്ങിയെന്നാണ് റിപ്പോർട്ടുകൾ. കഴിഞ്ഞ ആഴ്ച ഗൾഫ് സന്ദർശനത്തിനിടെ സിറിയൻ ഇടക്കാല പ്രസിഡന്റ് അഹമ്മദ് അസ്രയുമായുള്ള കൂടിക്കാഴ്ചയിൽ ഉപരോധം പിൻവലിക്കുമെന്ന് ട്രംപ് വാഗ്ദാനം ചെയ്തതിന് പിന്നാലെയാണ് ഇളവ് വന്നത്. ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിൻ്റെ തലവനായി മുഹമ്മദ് യൂനുസ് തുടർന്ന് നയിക്കും. യൂനുസിൻ്റെ രാജിവാർത്തകൾ വലിയ രീതിയിൽ പ്രചരിക്കുന്നതിനിടെയാണ് നോബൽ സമ്മാന ജേതാവ് രാജിവെക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നു എന്ന അഭ്യൂഹങ്ങൾ മന്ത്രിസഭയിലെ ഉപദേഷ്ടാവ് തള്ളിക്കളഞ്ഞത്. അതേസമയം ബംഗ്ലാദേശ് സൈനിക മേധാവി വഖാർ ഉസ് പറഞ്ഞത് ഡിസംബറിൽ ബംഗ്ലാദേശിൽ പൊതുതെരഞ്ഞെടുപ്പ് ഉറപ്പായി നടക്കുമെന്നാണ്. ചീഫ് അഡ്വൈസറായി തുടരുന്ന മുഹമ്മദ് യൂനുസിന്റെ നടപടികളിൽ പ്രതിഷേധിച്ച് ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി അടക്കം സമരരംഗത്താണ്. ഇനി UK പൗണ്ട് ഇന്നത്തെ മൂല്യം ഒരു പൗണ്ട് 115.16 ഇന്ത്യൻ രൂപ, $1 85.17 ഇന്ത്യൻ രൂപ, €1 96.83 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് $1.35